പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിവാഹ തടസ്സം. മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം നടക്കാതിരിക്കുക. ഏഴാം ഭാവാധിപനായ ചൊവ്വ അല്ലെങ്കിൽ ശനി, ആദിത്യൻ, കേതു ഇതൊക്കെ ഏഴാം ഭാവാധിപനായിട്ട് വരികയോ അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ അനിഷ്ടസ്ഥിതിയൊക്കെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും നിരവധി കാരണങ്ങൾ കൊണ്ടും ഒക്കെ ഈ വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം. ജാതകവശാല് ഏതാണ് അവരുടെ തടസ്സങ്ങൾ എന്ന് നോക്കുക. പ്രശ്നവശാല് എന്തൊക്കെയാണ് ഇപ്പൊ നിലനിൽക്കുന്ന തടസ്സങ്ങൾ എന്ന് നോക്കുക. വാസ്തുദോഷം പോലും സന്താനങ്ങളുടെ വിവാഹത്തിന് ഒരു ബുദ്ധിമുട്ടായിട്ട് തടസ്സമായിട്ട് വരാറുണ്ട്. ആ വാസ്തു തടസ്സങ്ങൾ മാറ്റാൻ പറ്റുന്നതോ പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക. ശേഷം ജാതകത്തിലുള്ള തടസ്സങ്ങൾ പരിഹരിക്കാൻ നോക്കുക. ഞായറാഴ്ച ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ച് രാത്രി ഉപവാസം എടുത്തുകൊണ്ട് തിങ്കളാഴ്ച പത്നി സമേതനായ ശിവക്ഷേത്ര ദർശനം നടത്തുക. വെള്ള നേദ്യം ഭക്ഷിച്ചുകൊണ്ട് വ്രതം നോൽക്കുക. 7 തിങ്കളാഴ്ച നിങ്ങൾ ഈ വിധത്തിൽ അനുഷ്ഠിക്കുക. അതോടൊപ്പം തന്നെ ജാതക പരിശോധന നടത്തിയിട്ട് ഗ്രഹപ്രീതി കർമ്മങ്ങളും നടത്തുക. ബാണേശി യന്ത്രം കാലഭൈരവ മന്ത്രം കൊണ്ട് 7 ലക്ഷം ഉരു ജപിച്ച് കാലഭൈരവ മന്ത്രം കൊണ്ട് ഹോമം നടത്തിയാൽ വിവാഹ തടസ്സം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രാമായണത്തിലെ സുന്ദരകാന്ഡം 38 സർഗം നിത്യവും പാരായണം ചെയ്യുക.